ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു പ്രവാസിയാണെങ്കിൽ, പ്രത്യേകിച്ച് നമുക്കിവിടെ ആരും റിലേറ്റീവ്സോ ഒന്നും ഇല്ലാത്തൊരു സ്ഥിതിയാണെങ്കിൽ, നമുക്കൊരു ആവശ്യം വന്നാൽ, നമുക്കൊരു സങ്കടം വന്നാൽ, നമുക്കൊരു സന്തോഷം വന്നാൽ നമ്മൾ ആദ്യം വിളിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെ ആയിരിക്കും അല്ലേ. എന്ന് പറഞ്ഞ പോലെ ഞങ്ങളിവിടെ വന്ന് പരിചയപ്പെട്ട കുറേ മലയാളി ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഏരിയയിൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഡൗഡേയിലേക്കാണ് പോയത്. അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ അങ്ങനെ പതിഞ്ഞൊഴുകുന്ന ചെറിയ അരുവിയുണ്ട്, അതേപോലെ നല്ല പൊക്കമുള്ള മലകളുണ്ട്, അത് മൊത്തം പുൽമേടുകളാണ് കേട്ടോ. നല്ല രസമാണ് അവിടെ കയറാനായിട്ട്. പക്ഷെ കുത്തനെ കയറ്റമുണ്ട്. പിള്ളേരൊക്കെ ഇങ്ങനെ 4 കാലേ വലിഞ്ഞാണ് മണ്ടേ കയറിയത്. പക്ഷെ എല്ലാവരും കയറി കേട്ടോ. വൺസ് നമ്മളവിടെ കയറി കഴിഞ്ഞാൽ എൻ്റെ മേളിൽ നിന്ന് കിട്ടുന്ന വ്യൂ ഉണ്ടല്ലോ, അത് പൊളി തന്നെയാണ്. പക്ഷെ അവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് മലയൊന്നും കയറാൻ ഇഷ്ടമില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരെ താഴോട്ട് പോരെ. ഇവിടെ നല്ല വാട്ടറുകളുണ്ട് കേട്ടോ. ആ വാട്ടർ നമുക്ക് കുളിക്കാം, വേണമെങ്കിൽ കുറച്ച് നേരം ഇറങ്ങി നടക്കാം. പിന്നെ വലിയവരായിട്ടുള്ള ഞങ്ങളൊക്കെ ഇച്ചിരി നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളതെല്ലാം ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് പിള്ളേരുടെ കളിയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നടക്കുമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ദിവസമായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് എല്ലാവർക്കും ഹോളിഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് പേര് അവൈലബിൾ ആയ അവരെ കൊണ്ട് ഞങ്ങൾ ശരിക്കും എല്ലാവരും എൻജോയ് ചെയ്തതായിട്ടാണ് എനിക്കും തോന്നിയത് കേട്ടോ. ഇത് കണ്ടോ, സ്നാക്സൊക്കെ എല്ലാവരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ. അപ്പം ഞങ്ങൾ അടുത്ത ട്രിപ്പ് ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഈ ട്രിപ്പിനോട് നല്ല താല്പര്യമായിരുന്നു. പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവരവരുടെ ലോകത്തിലായിരുന്നു കേട്ടോ. കാരണം ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല, ഒരു നോ ഇല്ല, ഒന്നുമില്ല. അപ്പം ഇത്തവണ പിള്ളേരെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പം ഞങ്ങളീ പോയ സ്ഥലത്ത് സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞൊരു ഫേമസ് സ്ഥലവും കൂടെയാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊരു 1 ഡേ